ജാക്മയുടെ വിജയകഥ. ജാക്മയുടെ വിജയകഥയെ കുറിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണും. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പലചരക്ക് കടയുണ്ടെന്ന് വിചാരിക്കുക. ആ പലചരക്ക് കടയ്ക്ക് തൊട്ടു മുമ്പിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ആ പലചരക്ക് കടയുടെ ബിസിനസിനെ കഠിനമായി ബാധിക്കപ്പെടില്ലേ അല്ലേ? എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. പലചരക്ക് കടയുമായുള്ള മത്സരം താങ്ങാൻ കഴിയാതെ ആ സൂപ്പർ മാർക്കറ്റ് കമ്പനി ജീവനും കൊണ്ട് കടയും പൂട്ടി ഓടിപ്പോയത്രേ. ഇതുപോലൊരു സംഭവമാണ് ചൈനയിൽ നടന്നത്. ചൈനയിൽ ആലിബാബ എന്ന കമ്പനി ജാക്മ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് എതിരാളിയായി eBay കമ്പനി ചൈനയിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ആലിബാബ കമ്പനിയുമായി മത്സരം കഴിയാതെ ജീവനും കൊണ്ട് ഓടിപ്പോവേണ്ടി വന്നു eBay കമ്പനിക്ക്. ഇത് പലയിടങ്ങളിലായി പല ബിസിനസ്സുകളും ഒരു കേസ് സ്റ്റഡി ആയി വച്ചിട്ടുണ്ട്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയെ നമ്മൾ എങ്ങനെ എതിർത്ത് പോരാടണം എന്നതിനെ കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡിയായി നിങ്ങൾക്ക് വളരെ താല്പര്യമുണർത്തുന്ന ഒന്നായിരിക്കും. eBay കമ്പനി 2002 ആണ്ടിലാണ് ചൈനയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. കസ്റ്റമർ ടു കസ്റ്റമർ, അതായത് C2C ബിസിനസ് മോഡലാണ്. നേരിട്ട് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് eBay കമ്പനി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ജാക്മയുടെ ആലിബാബ കമ്പനി B2B, ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു ഹോൾസെയിലിനെയും മറ്റൊരു ഹോൾസെയിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് ഈ eBay കമ്പനിയുടെ വളർച്ച കാരണം നമുക്ക് യാതൊരുവിധ ബാധ്യതയും ഇല്ല എന്ന് ആലിബാബ കമ്പനിയിലെ ജീവനക്കാർ പറഞ്ഞു. എന്നാൽ eBay കമ്പനി ഒരു നാൾക്കുനാൾ ഭയങ്കരമായി വളർന്നുകൊണ്ടിരുന്നു. ഇന്ന് C2C ബിസിനസ് പോലുള്ള eBay നാളെ B2B2 ബിസിനസ്സിലേക്ക് വന്നാൽ, അതായത് ഹോൾസെയിൽ ടു ഹോൾസെയിലെ ബിസിനസ്സിലേക്ക് വന്നാൽ അന്ന് നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ സൂക്ഷ്മതയോടെ ഇരിക്കണമെന്ന് വളരെ മുൻകൂട്ടി തന്നെ ജാക്മ ചിന്തിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ജീവനക്കാർ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഭയപ്പെട്ടില്ല. ഇതൊക്കെ വരുമ്പോൾ നോക്കാം, നിങ്ങൾ ശാന്തമായിരിക്കൂ ജാക്മ എന്ന് അവർ പറഞ്ഞു. eBay കമ്പനി നാൾക്കുനാൾ വളർന്നുകൊണ്ടിരുന്നു. ഈ സമയത്താണ് eBay കമ്പനിക്ക് ഇനിയും വലിയ രീതിയിൽ വളരുവാനുള്ള പ്രകൃതി തന്നെ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത്. അത് മറ്റൊന്നുമില്ല, സാറസ് എന്ന രോഗം. അതായത് സാറസ് വൈറസ് എന്നൊരു വൈറസ് വായുവിലൂടെ പടരുന്ന ഒരു രോഗമായി പടർന്നു പിടിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൊറോണയെ കുറിച്ച് അറിയാം. കൊറോണയ്ക്ക് മുമ്പ് ഈ ഒരു രോഗമായിരുന്നു വന്നിരുന്നത്. ഇത് ചൈനയിൽ പടർന്നു പിടിക്കുകയായിരുന്നു. വായുവിലൂടെ പടരുന്ന രോഗം ചൈനയിലെ ഉടനീളം ഒരുപാട് പേരെ ഇത് ബാധിച്ചു. അപ്പോൾ ചൈന ഗവൺമെന്റ് എന്തു ചെയ്തെന്ന് വെച്ചാൽ ഈ രോഗമുള്ളവരും രോഗലക്ഷണമുള്ളവരും ക്വാറന്റൈൻ ചെയ്തു. ഇങ്ങനെയുള്ള രോഗലക്ഷണമുള്ളവർ 15 ദിവസം 20 ദിവസം ഒരിടത്ത് പുറത്തു പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിനെയും മറികടന്ന് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ എന്തു ചെയ്തെന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നമുക്കെല്ലാവർക്കും കൊറോണയ്ക്ക് ശേഷമാണ് ലോക്ക്ഡൌണിനെ കുറിച്ച് അറിയാവുന്നത്. എന്നാൽ 2002 ആണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഈ സാറസ് രോഗം പടർന്നു പിടിച്ച കാലത്ത് തന്നെ ലോക്ക്ഡൌൺ ഏർപ്പെട്ടിരുന്നു. ചൈനയിലും ഉടനീളം വലിയ രീതിയിൽ ലോക്ക്ഡൌൺ നടപ്പിലാക്കി. ആരും വീട് വിട്ട് പുറത്തിറങ്ങരുത്, ആരും കടകൾ തുറക്കരുത്, കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങരുത് എന്ന സാഹചര്യം ഉണ്ടായി. 2002 ആ സമയത്ത് ജീവിച്ചിരുന്നവർക്കെല്ലാം ഈ സാറസ് രോഗത്തിനെ കുറിച്ച് നന്നായി അറിയാം. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെയുള്ള മാസ്കുകൾ അന്നും കുറച്ചുപേർ ധരിച്ചു നടന്നിരുന്നു. ട്രാഫിക് പോലീസുകൾ എല്ലാം നിർബന്ധമായും മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞ് മാസ്ക് ധരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ലോക്ക്ഡൌൺ ചൈനയിലും ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് കടകൾ ചൈനയിൽ തുറന്നതേയില്ല. അപ്പോഴാണ് ഒരുപാട് ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് പേർ eBayയിലൂടെ സാധനങ്ങൾ വാങ്ങാൻ ആരംഭിച്ചു. ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌണിന് ശേഷം കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേർ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നതും ഡിജിറ്റലായി മാറിയതും, അതുപോലെ ഒരു കാര്യം 2003 തന്നെ ചൈനയിൽ സംഭവിച്ചു. പെട്ടെന്ന് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ eBay കമ്പനിയിലേക്ക് എത്തിച്ചേർന്നു. ഒരുപാട് പേർ eBayയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഈ സാറസ് രോഗം ആരംഭിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ eBay കമ്പനിയുടെ വളർച്ചയെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. ഏകദേശം 300 അധികം വളർച്ച ഉണ്ടായെന്ന് പറയപ്പെടുന്നു. eBay കമ്പനിക്ക് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയ കമ്പനിയായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതേയില്ല. അപ്പോഴാണ് നമ്മുടെ ജാക്മ ഒരു കാര്യം ചെയ്തത്. നമ്മുടെ ശത്രു നമ്മുടെ ബിസിനസ്സിലേക്ക് വന്ന് നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശത്രുവിനെ ആക്രമിക്കണം. അവർ വന്ന് നമ്മളെ അടിച്ചതിന് ശേഷം പ്രതിരോധത്തിനായി നമ്മൾ അവരെ തിരിച്ചടിക്കുകയല്ല വേണ്ടത്. ആദ്യം അടി നമ്മുടേതായിരിക്കണം. ശത്രുവിനെ ആക്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധനം എന്ന് ജാക്മ പറഞ്ഞു. അതുകൊണ്ട് ജാക്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ C2C, അതായത് കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ എന്ന ബിസിനസ്സിലേക്ക് നമുക്കും പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിൽക്കുന്നത് പോലെ ഒരു വെബ്സൈറ്റ് തുടങ്ങണമെന്ന് കരുതി Tobago.com എന്നൊരു വെബ്സൈറ്റ് ആരംഭിച്ചു. ഇപ്പോൾ eBay കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ അത് പൂർണ്ണമായും അമേരിക്കൻ ശൈലിയിൽ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ Tobago.com ഇംഗ്ലീഷിലും ഉപയോഗിക്കാം, ചൈനീസ് ഭാഷയിലും ഉപയോഗിക്കാം. ചൈനീസ് ഭാഷയിലാണ് അത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർ കുറേശ്ശെയായി ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ജാക്മ ഒരു മികച്ച കാര്യം കൂടെ ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ.
ഇപ്പോൾ നിങ്ങൾ eBayൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നു എങ്കിൽ ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാം, അല്ലെങ്കിൽ പേപ്പാൽ വഴി പണം അടച്ച് വാങ്ങാൻ സാധിക്കും. പേപ്പാൽ കമ്പനി ആയിരുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടായിരുന്നത്. എന്നാൽ ജാക്മയുടെ ടൊബാഗോകോം ആലിപേ എന്നൊരു പേയ്മെന്റ് ഗേറ്റ്വേ കൊണ്ടുവന്നു. ഈ ആലിപേ പൂർണ്ണമായും ചൈനയുടേതായിരുന്നു. ഒരുപക്ഷെ പേയ്മെന്റ് പരാജയപ്പെടുകയാണെങ്കിൽ ഈ ആലിപേ കമ്പനിയുടെ ഭാഗത്തു നിന്നും കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും ചൈനീസ് ഭാഷയിൽ തന്നെ സംസാരിക്കാം എന്ന രീതിയിലും ആയിരുന്നു. ചൈനയുടെ സ്വന്തം കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ ആലിപേ വഴി പണം അടയ്ക്കാൻ ആഗ്രഹിച്ചു. മറ്റൊരു ആലിപേ വഴി കാലത്ത് ഒരുപാട് പേരുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പേപ്പാൽ എന്നൊക്കെ പറയുന്ന പേര് പോലും മനസ്സിലാക്കാത്ത ഒരു കമ്പനിയുടെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി പണം അടയ്ക്കുന്നതിന് പകരം ഈ ആലിപേ ചൈനീസ് കമ്പനി ആയതുകൊണ്ട് ഇതിനെ വിശ്വസിച്ച് പണം അടയ്ക്കാമെന്ന് അവർ കരുതി. ഇത്തരത്തിൽ ആളുകൾ പരസ്പരം സംസാരിച്ചതിലൂടെ ആലിപേയെ കുറിച്ച് ഒരുപാട് പേർ അറിഞ്ഞു. അതുകൊണ്ട് പലരും ആലിപേ വഴി പണം നൽകി. ഇതിലൂടെ ടൊബാഗോകോം നന്നായി വളർന്നു. അത് ജാക്മയുടെ ടൊബാഗോകോം വരുന്നതിന് മുമ്പ് ഏകദേശം 90% ഉപഭോക്താക്കളും eBay കമ്പനിയിലായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ ടൊബാഗോകോം വന്നതിനു ശേഷം 60% ആയി അത് കുറഞ്ഞു. ടൊബാഗോകോം 30% ഉപഭോക്താക്കളെ തങ്ങളുടെ കൈപ്പിണിയിൽ ഒതുക്കി. ഇത്തരത്തിൽ ടൊബാഗോയുടെ ആധിപത്യം ചുരുങ്ങിയ കാലയളവിൽ പറന്നതുകൊണ്ട് സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ തലവൻ മാസ ഈ ടൊബാക്കോ കമ്പനിയിലെ $80 മില്യൺ നിക്ഷേപിച്ചു. ഇതൊരു വലിയ നിക്ഷേപമായിരുന്നു. ഇങ്ങനെ ഒരു നല്ല നിക്ഷേപം കയ്യിൽ വന്നതോടെ മറ്റൊരു കാര്യം കൂടെ പുറത്തു വന്നു. നമ്മുടെ ജാക്മ, നമ്മുടെ ശത്രു, ഇപ്പോൾ തന്നെയാണ് പതറിക്കൊണ്ടിരിക്കുന്നത്. eBay കമ്പനി പതറുമ്പോൾ തന്നെ അവർ തിരിച്ചു എഴുതുന്നതിനേക്കാൾ കഴിയാത്ത വിധത്തിൽ ഒരു അടി കൊടുക്കണമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ജാക്മ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ eBay കമ്പനി എങ്ങനെയാണ് വരുമാനം ലഭിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ eBayൽ വിൽക്കുകയോ ഒന്നേ വാങ്ങുകയോ ചെയ്യണമെങ്കിൽ എൻട്രി ഫീ നൽകണം. ഇപ്പോൾ നിങ്ങൾ ഒരു സോപ്പ് eBayൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങൾ eBayൽ വിൽക്കുന്നതിനായി നിങ്ങളുടെ കമ്പനി eBayൽ രജിസ്റ്റർ ചെയ്യണം. അതിനായി എൻട്രി ഫീ നൽകണം. പിന്നീട് എത്ര സാധനങ്ങൾ വിൽക്കപ്പെടുന്നു അതിൽ നിന്നും 5% അല്ലെങ്കിൽ 7% eBayക്ക് കമ്മീഷനായി നൽകണം. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ eBayൽ 10,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ eBay അതിന് 700 രൂപ കമ്മീഷൻ നൽകും. ഇതേ നിങ്ങൾ സാധനങ്ങൾ 1,00,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ eBayക്ക് 7,000 രൂപ കമ്മീഷൻ നൽകണം. 7% കമ്മീഷൻ eBayക്ക് പൊക്കോണ്ടേയിരിക്കും. എന്നാൽ ജാക്മയുടെ ടൊബാഗോകോം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നിങ്ങളുടെ കമ്പനി ഞങ്ങളുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനായി യാതൊരു എൻട്രി ഫീ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. രജിസ്റ്റർ ഫീ പൂർണ്ണമായും സൗജന്യമാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ വിൽപ്പന കമ്മീഷനും നൽകേണ്ടതില്ല എന്ന് ജാക്മ പറഞ്ഞു. ഇതാണ്, എൻട്രി ഫീയുമില്ല, വിൽപ്പന കമ്മീഷനുമില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിക്ക് ലാഭം വരുന്നത് എന്ന് എല്ലാവരും അത്ഭുതത്തോടെ ചോദിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് ലാഭമല്ല പ്രധാനം, ഉപഭോക്താക്കളുടെ സേവനമാണ് പ്രധാനമെന്ന് ജാക്മ പറഞ്ഞു. എന്നാൽ ജാക്മയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ eBay കമ്പനി ഇവിടെ ഉണ്ടാകാനേ പാടില്ല എന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ ജാക്മയുടെ കമ്പനിയിൽ വിൽപ്പന കമ്മീഷനുമില്ല, എൻട്രി ഫീസുമില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ ടൊബാഗോകോം ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ ആലിപേ എന്ന ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെ നിരവധി ആളുകൾ അത് ഉപയോഗിക്കാനും ആരംഭിച്ചു. എങ്ങനെയാണ് ജാക്മയുടെ കമ്പനി എൻട്രി ഫീസ് ഇല്ലാതെ നൽകുന്നത്? അതുപോലെ നിങ്ങളും നൽകൂ എന്ന് eBay കമ്പനിയോട് ചില ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ eBay കമ്പനി അതൊന്നും നൽകാൻ കഴിഞ്ഞില്ല. സൗജന്യമായിട്ട് കമ്പനി നടത്താൻ കഴിയില്ല, എൻട്രി ഫീസ് തീർച്ചയായും ഉണ്ടാകണം, വിൽപ്പന കമ്മീഷനും ഉണ്ടാകണമെന്ന് പറഞ്ഞ് അത് തന്നെ അവർ തുടർന്നു. അതിനാൽ ഒരുപാട് പേർ eBay കമ്പനി വിട്ടുപോയി. ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് eBay കമ്പനിക്ക് മനസ്സിലായില്ല. eBay കമ്പനി പരസ്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിച്ചു. ഓൺലൈൻ പരസ്യങ്ങൾ, ടെലിവിഷൻ പരസ്യങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പരസ്യങ്ങൾക്കായി ഒരുപാട് പണം ചെലവഴിച്ചു. എന്നാൽ എന്തൊക്കെ ചെയ്താലും ജാക്മയുടെ മുന്നിൽ eBay കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. eBay കമ്പനി പടിപടിയായി നഷ്ടത്തിലേക്ക് പൊക്കൊണ്ടിരുന്നു. തുടർച്ചയായി 6 മാസത്തോളം കമ്പനി നഷ്ടത്തിൽ തന്നെ മുന്നോട്ട് പോയി. ശരി, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, നമുക്ക് നമ്മുടെ eBay കമ്പനി ചൈനയിൽ പൂട്ടാമെന്ന് eBay കമ്പനി തീരുമാനിച്ചു. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന eBay കമ്പനിയുടെ ഓഹരികൾ ടോക്കോം എന്നൊരു കമ്പനിയെ ഏൽപ്പിച്ചിട്ട് eBay കമ്പനി ജീവനും കൊണ്ട് ഓടിപ്പോയി. ഇത്തരത്തിൽ ജാക്മയുടെ ആലിബാബ കമ്പനി eBay കമ്പനിയും തമ്മിൽ ഒരു പോരാട്ടത്തിൽ വിജയിച്ചത് നമ്മുടെ ജാക്മ തന്നെയാണ്. ഒരു അമേരിക്കൻ കമ്പനിയെ തന്നെ ചൈന വിട്ട് പുറത്തു പോകാൻ പ്രേരിപ്പിച്ചല്ലോ, അത് വളരെ വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും ജാക്മയെ വലിയ വ്യക്തിയായി കാണാൻ തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം ജാക്മ ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. eBay കമ്പനിയും ജാക്മയുടെ കമ്പനിയും തമ്മിൽ നടന്ന ഈ പോരാട്ടത്തെ ഞാൻ വളരെ ലളിതമായി വിവരിച്ചതാണ്. എന്നാൽ ഇതൊരു വലിയ കഥയാണ്. ഇതിന് മാത്രമായി പ്രത്യേക വീഡിയോ ചെയ്യാം. ഈ മത്സരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ജയിച്ചതിനെ കുറിച്ച് ഇതിനോടകം തന്നെ ചില വീഡിയോകൾ യൂട്യൂബിൽ ഓരോ ഡോക്യുമെന്ററി ആയി ലഭ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഓരോ ഡോക്യുമെന്ററിയും വലിയ മികച്ചതാണ്. ഓരോ
ബിസിനസ്സുകാരും തീർച്ചയായും ആ ഡോക്യുമെന്റുകൾ കാണേണ്ടതാണ്. ഈ ഡോക്യുമെന്ററിയും ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കാം. ഈ പോരാട്ടത്തിന് എങ്ങനെയാണ് ജാക്ക് മാ വിജയിച്ചതെന്നും എന്തൊക്കെയാണ് ചെയ്ത് തന്റെ കമ്പനിയെ രക്ഷിച്ചതെന്നും എങ്ങനെയാണ് eBay കമ്പനി അന്താരാഷ്ട്ര കമ്പനിയെ ഓട്ടിച്ചതെന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ജാക്ക് മായുടെ ആലിബാബ കമ്പനി ഒരു വശത്ത് നന്നായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആഭ്യന്തര വിൽപ്പനയ്ക്കായി റൊബാബോകോം കമ്പനി വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. കമ്പനി 4 വർഷം മുമ്പ് $3.3 മില്യൺ നിക്ഷേപിച്ചിരുന്നല്ലോ. അത് തന്റെ മൂല്യം ഏകദേശം $30 മില്യൺ മുകളിലായി വർദ്ധിച്ചു. ഏകദേശം 9 മടങ്ങിലധികം ലാഭം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗോൾഡ്മാൻ സാക്സ് കമ്പനി ഞങ്ങളുടെ നിക്ഷേപം തിരികെ എടുക്കാൻ പോവുകയാണെന്നും ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞു. ജാക്ക് മായുടെ കയ്യിൽ ഒരു പരമാവധി പണം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു അമേരിക്കൻ കമ്പനി അവരുടെ നിക്ഷേപം ഉപേക്ഷിച്ചു പുറത്തു പോയാൽ അതിലൂടെ നമ്മുടെ കമ്പനിയെ മൂല്യം കുറയുമെന്നും അദ്ദേഹം കരുതി. എങ്കിലും ഗോൾഡ്മാൻ സാക്സ് കമ്പനി തങ്ങൾ നടത്തിയ നിക്ഷേപം തീർച്ചയായും തിരികെ എടുക്കണമെന്ന് വ്യക്തമാക്കി. ആ കമ്പനി നല്ല ലാഭത്തോടെ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിച്ചു. അടുത്തതായി മറ്റ് നിക്ഷേപങ്ങൾക്കായി എന്തു ചെയ്യും, ആരോട് പോയി നിക്ഷേപം ചോദിക്കും എന്ന് അദ്ദേഹം ആലോചിച്ചു. ഈ സമയത്താണ് ദൈവം ഒരു വാതിൽ അടച്ചാൽ മറ്റൊരു വാതിൽ തുറക്കുമെന്ന് പറയുമല്ലോ. ആ കാര്യം ജാക്ക് മായുടെ കഥയിൽ സംഭവിക്കുന്നത്. ഇതിനെ തുടർന്ന് ആരാണ് ആലിബാബ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്നും ഇതിലൂടെ എങ്ങനെയാണ് ചൈനയിലെ 1-ാം നമ്പർ കമ്പനിയായി മാറിയതെന്നും ഇദ്ദേഹം എങ്ങനെയാണ് 1-ാം നമ്പർ കോടീശ്വരനായി മാറിയതെന്നും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.